വെൽക്കം. ഞങ്ങൾ ചെയ്തിരിക്കുന്ന റോബോട്ടിക് ആൻഡ് ബേസ് ചെയ്തിരിക്കുന്നത് പാസ്കൽ ലോയുമായാണ്. എന്താണ് പാസ്കൽ ലോ? ഒരു പരിമിതമായ ദ്രാവകത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിനുടനീളം എല്ലാ ദിശകളിലേക്കും തുല്യമായി സഞ്ചരിക്കുമെന്ന പാസ്കൽ ലോ നിയമം പറയുന്നു. കണ്ടെയ്നറുകളുടെ വ്യവസ്ഥയിൽ പ്രയോഗിക്കുന്ന ഒരു ശക്തിയും ഫലമായി ഈ തത്വം ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ പ്രയത്നത്തിൽ ശക്തി വർദ്ധിപ്പിക്കുവാനും കഴിയും. ഹൈഡ്രോളിക് റോബോട്ടിക് ആം ഇത് കൂടുതലായും ഫാക്ടറികളിൽ വെയിറ്റ് കൂടിയ മെഷീനറി സിസ്റ്റം ലിഫ്റ്റ് ചെയ്യുന്നതിനായാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു ഐഡിയ തോന്നി, ഇത് എന്തുകൊണ്ടൊരു ഹൈഡ്രോളിക്കിലേക്ക് മാറ്റിക്കൂടാ. അങ്ങനെ ഉണ്ടാക്കിയൊരു മെഷീനാണ് ഇത്. ഇതിൻ്റെ ബോഡി വന്നിരിക്കുന്നത് A4 ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബൂമ്, ഇത് സ്മോൾ ബൂമ്, പിന്നെ 2 സ്റ്റെബിലൈസറും ഉണ്ട്. ഇത് സ്റ്റേബിളായിട്ട് നിർത്താൻ. ഇതിനകത്ത് ഞാൻ റിമോട്ട് കൺട്രോളും ഹൈഡ്രോളിക്കും 2 പാർട്ടുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് 180 ഡിഗ്രി റൊട്ടേഷനാണ്. ഇത് റിമോട്ടും ഉണ്ട്, ഇതിനകത്തൊരു മദർ ബോർഡും ഉണ്ട്. ഇത് മൂവ് ചെയ്യാൻ ഒരു 3.7 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഇതൊന്ന് ഞാൻ ഈ വെയിറ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബൂമ് താക്കാനായിട്ട് ഞാൻ സിറിഞ്ച്, അതിനകത്ത് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാട്ടറാണ്. പിന്നെ ഇതിനകത്ത് ചേരുന്ന ഒരു ട്യൂബും കൊടുത്തിട്ടുണ്ട്. ഇത് 8-10 സിറിഞ്ചോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു റിമോട്ടിൽ പ്രഷർ കൊടുക്കുമ്പോഴാണ് ഈ ബൂമും ഇത് ഫുള്ള് ഇതിൻ്റെ ബോഡി മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പം ഹാൻഡ് ഒന്ന് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ബേസിൽ ഞാൻ ക്ലിപ്പ് ചെയ്തു. ഇനി ഒന്ന് അപ്പ് ചെയ്യാം. എന്നിട്ട് ഈ വെയിറ്റ് നമുക്ക് മാറ്റി തിരിച്ചു നോക്കാം. ഇവിടെ വെക്കാൻ പോകണം. ഞാൻ ഇവിടെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും. ഈ റോബോട്ടിക് ആമിന്റെ പ്രവർത്തനക്ഷമത നിരീക്ഷിച്ചിട്ട് പരമ്പരാഗതമായ മോട്ടോർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോബോട്ടിക് ആമിന്റെ പ്രവർത്തനവും തമ്മിൽ താരതമ്യം ചെയ്ത് അതിന്റെ ലിമിറ്റേഷനും പൊട്ടൻഷ്യൽ ഇംപ്രൂവ്മെന്റും മനസ്സിലാക്കാം. കറന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിൽ ഓരോ ഐറ്റംസ് പിക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനും, മെഡിക്കൽ ഫീൽഡിൽ സർജറീസിൽ അസിസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഭാവിയിൽ AI ഇന്റഗ്രേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുവാണേലും ഇത് ഉപയോഗിക്കാം. ഈ പ്രൊജക്ടിന്റെ തീം എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണവും ഊർജ്ജ സംരക്ഷണവുമാണ്. ഈ ഹൈഡ്രോളിക് റോബോട്ടിക് ഹാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് അധികം ഊർജ്ജത്തിന്റെ ആവശ്യമില്ല. വരും കാലഘട്ടത്തിൽ ഇത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. നന്ദി.